പ്രൈസ് ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാ ദൈവമക്കൾക്കും ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ പ്രഭാത വന്ദനത്തെ അറിയിക്കുകയാണ്. ഇന്നത്തെ പ്രഭാത ചിന്തയ്ക്കായി ഒരു വേദഭാഗം വായിക്കുന്നു. ദാനിയേലിൻ്റെ പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം. എന്നാൽ രേഖ എഴുതിയിരിക്കുന്നു എന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്നു. അവൻ്റെ മാളിക മുറിയുടെ കിളിവാതിൽ യെരൂശലേമിന് നേരെ തുറന്നിരുന്നു. താൻ മുമ്പേ ചെയ്തു എന്നതുപോലെ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു സ്തോത്രം ചെയ്തു. ദാനിയേലിൻ്റെ ജീവിതത്തിൽ വെളിപ്പെട്ടതായ പ്രതിസന്ധിയുടെ നടുവിൽ മുട്ടുമടക്കുന്ന ഭക്തനെ നമുക്കിവിടെ കാണാൻ കഴിയും. നമ്മുടെ ജീവിതത്തിൽ ഏത് പ്രതിസന്ധി കടന്നു വന്നാലും ആ പ്രതിസന്ധിയുടെ നടുവിൽ മുട്ടുമടക്കുന്നവന് ദൈവത്തിൽ നിന്നുള്ള മറുപടികളെ ലഭിക്കാൻ കഴിയും. ഇവിടെ വായിക്കാൻ കഴിയുന്നത് സാഹചര്യങ്ങൾ പ്രതികൂലമായി നിൽക്കുകയാണ്. അതിൻ്റെ നടുവിലാണ് ഭക്തൻ പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ ലൗകിക ജീവിതത്തിൽ നാം അപ്പോയിൻമെൻറ്റുകൾക്ക് അഥവാ മുൻ നിശ്ചയ പരിപാടികൾക്ക് വളരെ വില കൽപ്പിക്കുന്നവരാണ്. കൃത്യനിഷ്ഠതയോടെ അവ പാലിക്കുവാൻ നാം ശ്രദ്ധയോടെ മറ്റു കാര്യങ്ങൾ ക്രമീകരിക്കാറുണ്ട്. എന്നാൽ ജീവിതത്തിൻ്റെ മണ്ഡലങ്ങളിൽ മറ്റു മനുഷ്യരോട് നാം കാട്ടുന്ന ഈ കൃത്യനിഷ്ഠത സർവശക്തനായ ദൈവവുമായുള്ള ബന്ധത്തെ പുലർത്തുവാൻ നമുക്ക് കഴിയാറുണ്ടോ എന്ന് നാം സ്വയം ഒന്ന് പരിശോധിക്കുക. പ്രാർത്ഥനയ്ക്ക് അനേക നിർവചനങ്ങൾ നൽകുവാൻ നമുക്ക് കഴിയെങ്കിലും പരമപ്രധാനമായ ഒന്ന് കാരുണ്യവാനായ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ബലഹീനനായ മനുഷ്യൻ കടന്നു ചെന്ന് ദൈവവുമായി നടത്തുന്ന കൂടിക്കാഴ്ച എന്നതാണ് പ്രാർത്ഥനയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന നിർവചനം. പലപ്പോഴും ഈ കൂടിക്കാഴ്ചയ്ക്ക് പല കാരണങ്ങളും നാം വിഘ്നം വരുത്താറില്ലേ? തിരക്കേറിയ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ മാനുഷികമായ കൂടിക്കാഴ്ചയ്ക്ക് ഓടി നടക്കുമ്പോൾ കരുണ ചെയ്യുന്ന ദൈവത്തിൻ്റെയും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വേറിട്ടിരുന്ന് അല്പനിമിഷങ്ങൾ ആ സ്നേഹത്തിൻ്റെ ഊഷ്മാവിൽ കർത്താവുമായി മധുര സമ്പർക്കം പുലർത്തുവാൻ ദൈവം നമുക്ക് തരുന്ന ദിവസത്തിൻ്റെ ചില നിശ്ചിത നിമിഷങ്ങൾ നമുക്ക് മാറ്റിവെക്കുവാൻ നമുക്ക് കഴിയുമോ? രാജാവില്ലാതെ മറ്റാരെങ്കിലും അടുത്ത് 30 ദിവസം ആരാധിച്ചാൽ അവനെ സിംഹങ്ങളുടെ കുഴിയിലേക്ക് എറിഞ്ഞു കളയണമെന്ന് രാജാവ് രേഖ എഴുതി ഉണ്ടാക്കി എന്നറിഞ്ഞിട്ടും തൻ്റെ ജീവനെ ത്രിവൽക്കരിച്ചുകൊണ്ട് മുൻ പതിവ് പോലെ ദൈവസന്നിധി മുട്ടുമടക്കി നിശ്ചിത സമയത്ത് പ്രാർത്ഥിക്കുന്ന ദാനിയേൽ നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ ഒരു മാതൃകയായി വെളിപ്പെടുകയാണ്. തൻ്റെ കിളിവാതിലുകൾ തുറന്നിട്ടുകൊണ്ടാണ് ദാനിയേൽ ദൈവത്തോട് പ്രാർത്ഥിച്ചത് എന്ന് പറഞ്ഞാൽ പഴയ നിയമ ഭക്തന്മാർ പ്രാർത്ഥിക്കുന്നത് യെരൂശലേമിന് നേരെയുള്ള വാതിലുകൾ തുറന്നിട്ടുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഹൃദയം തുറന്നാണ് ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത്. ഹൃദയമാകുന്ന വാതിലുകൾ ദൈവത്തിൻ്റെ മുമ്പിലേക്ക് നമ്മൾ തുറന്നിട്ടുകൊണ്ട് പ്രാർത്ഥിക്കണം. പലരും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് ഓപ്പൺ ഹൃദയത്തോടെ സംസാരിക്കാനും പ്രാർത്ഥിക്കാനും കഴിയാത്ത ഒരു മേഖലയിലേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ കൃത്യനിഷ്ഠതയോടെ നമ്മുടെ ഹൃദയങ്ങളുടെ വാതിലുകൾ തുറന്നിട്ടുകൊണ്ട് ദാനിയേൽ ചെയ്തു വന്നതുപോലെ പ്രതികൂലമായ സാഹചര്യങ്ങളുടെ നടുവിൽ ദൈവത്തെ കൃത്യനിഷ്ഠതയോടെ ഉയർത്തുക, പ്രാർത്ഥിക്കുക. അതിൽ നിന്നും വിജയം നേടുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് കൃപ നൽകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. God bless you. Maranatha.